ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്മോൾ സൈസിലുള്ളൊരു നൈറ്റി, ചുരിദാർ കട്ടിങ് നൈറ്റി എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പം ഞാനിന്ന് 2.90 നൈറ്റി മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഒരു 52 ലെങ്ത്ത് ആണ് ഈ ഒരു സ്മോൾ നൈറ്റിക്ക് ആവശ്യമുള്ളൂ. 50 നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 50 ഇഞ്ച് നീളമാണ് വേണ്ടത്. അപ്പം 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 52 ഇഞ്ച് നീളമാണ് നമുക്ക് ഈ നൈറ്റിക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളൊരു സ്മോൾ സൈസിലെ നൈറ്റിയാണ് കേട്ടോ, ചുരിദാർ കട്ട് നൈറ്റിയാണ് നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് 52 സൈസിലുള്ള 52 ഇറക്കമാണ് അതിന് വേണ്ടതെന്ന് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 2.90 ഒരു നൈറ്റി മെറ്റീരിയലാണ് ഇവിടെ 4 ആക്കി ഇതേപോലെ തേരുവന്ന വശത്തേക്ക് മടക്കി ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഭാഗം ഉൾവശത്തേക്ക് ആക്കിയിട്ട് ഇവിടെ തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് എങ്ങനെയാണ് ഇത് സ്മോൾ സൈസിലുള്ളൊരു ചുരിദാർ കട്ട് നൈറ്റിക്ക് എത്രയാണ് അളവ് എടുക്കേണ്ടതെന്നൊന്നും നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതെ തന്നെ നന്നായിട്ട് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുള്ളൂ. അപ്പോൾ സ്മോൾ സൈസിലൊക്കെ നൈറ്റി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കുള്ള നല്ലൊരു വീഡിയോ ആണ്. അതേപോലെ ബിഗിനേഴ്സിനൊക്കെ നല്ലോണം ഉപകാരപ്പെടുന്ന തരത്തിലുള്ള നല്ല ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് പറഞ്ഞു തരുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായിട്ട് കാണാം. വീഡിയോ കണ്ട് ആരും ലൈക്ക് ചെയ്യാതിരിക്കരുത്, ഷെയർ ചെയ്യണം. നിങ്ങൾ മാക്സിമം നിങ്ങൾ റിലേറ്റീവ്സിനും കസിൻസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ, അതേപോലെ ഇനി എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തതെന്നൊക്കെ എല്ലാം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു എങ്ങനെയാണ് ഈ സ്മോൾ സൈസിലുള്ള ചുരിദാർ കട്ട് നൈറ്റി എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്നുള്ള വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 2.90 നൈറ്റി മെറ്റീരിയൽ ഞാൻ 4 ആക്കി തേരുവന്ന വശത്തേക്ക് നമ്മൾ എല്ലാ നൈറ്റിയും കട്ട് ചെയ്യണത് അങ്ങനെ തന്നെയുള്ള 4 ആക്കി മടക്കിയിട്ട് തേരുവന്ന ഭാഗം ഈ ഒരു ഭാഗത്തേക്ക് ഇട്ടിട്ട് ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത്, 50 ഇഞ്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ നൈറ്റിക്ക് വേണ്ടത്. സ്മോൾ സൈസിലുള്ളൊരു നൈറ്റിക്ക് 50 ഇഞ്ച് ഇറക്കമാണ് വേണ്ടത്. അതിൽ കൂടി നമ്മൾ 2 ഇഞ്ച് കൂട്ടിയെടുത്തിട്ട് 52 ഇഞ്ചാണ് നമ്മൾ നൈറ്റിയുടെ ഇറക്കം കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ അതേ ഒരു സെൻറ്റർ പോർഷനാണ് ഇവിടെ. ഈ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ അളവെടുത്ത് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു സെൻറ്ററിൽ നിന്ന് ടേപ്പ് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങോട്ടേക്ക് ഈ ഒരു ഭാഗത്തേക്ക് ടേപ്പ് വെച്ച് നമുക്ക് 6.5 ഇഞ്ചോളം ഷോൾഡർ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ 6.25 ഇഞ്ചാണ് ഷോൾഡർ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. ഇതേപോലെ ടേപ്പ് വെക്കുക. എന്നിട്ട് 6.25 6.5 ആയാലും കുഴപ്പമില്ല, 6.25 ഇഞ്ചോളം ഞാനിപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സെൻറ്ററിൽ നിന്ന് തന്നെ ഇതേപോലെ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് 2.25 ഇഞ്ച് വീതി കഴുത്തിൻ്റെ വീതി ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കും കേട്ടോ. 2.25 ഇഞ്ച് വീതി ഇതേപോലെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇവിടെ 6.5 ഇഞ്ച് ഷോൾഡർ അല്ലെങ്കിൽ 6.25 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കും. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യണം, ഈ 2.25 ഇഞ്ച് വീതിയിൽ നിന്ന് താഴേക്ക് ഇതേപോലെ ടേപ്പ് വെച്ചതിന് ശേഷം നമ്മൾ 2.5 ഇഞ്ചാണ് ബാക്കിലെ കഴുത്തിന് ഇവിടെ ഇറക്കം കൊടുക്കുന്നത് കേട്ടോ. 2.5 ഇഞ്ചാണ് ബാക്കിലെ കഴുത്തിന്. അവിടെ നിന്ന് തന്നെ താഴേക്ക് നമ്മൾ 5 ഇഞ്ചാണ് ഫ്രണ്ട് കഴുത്തിന് നമ്മൾ ഇറക്കം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഇതേപോലെ വരച്ചതിന് ശേഷം നമുക്കൊന്ന് ബോക്സ് പോലെ വരച്ചിട്ട് അതിനൊന്ന് ഷേപ്പ് ചെയ്യുക. കഴുത്തിൻ്റെ ഷേപ്പ് നമുക്ക് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ബാക്കിലെ കഴുത്തത് ഇതേപോലെ ഒരു യു ഷേപ്പായിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. ഫ്രണ്ട് നമ്മളൊരു സ്ക്വയർ ഷേപ്പിലായിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ യു ആയാലും സ്ക്വയർ ആയാലും ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഇതാണ് കഴുത്താണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബാക്കിൽ 2.5 ഇഞ്ചും ഫ്രണ്ടിൽ 5 ഇഞ്ചുമാണ് കഴുത്തിൻ്റെ നീളം എടുത്തേക്കണത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ് 2.90 മെറ്റീരിയൽ 4 ആക്കി മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ഈ സെൻറ്റർ പോർഷനിൽ നിന്നാണ് ഇത് അളവെടുത്ത് തുടങ്ങുന്നത്. ആ സെൻറ്റർ പോർഷനിൽ നിന്ന് ഇതേപോലെ ഈ ഭാഗത്തേക്ക് ടേപ്പ് വെച്ചതിന് ശേഷം ആദ്യം തന്നെ 2.25 ഇഞ്ച് വീതി
കഴുത്തിൻ്റെ വീതി ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് അതിനുശേഷം ആ നേരെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ ഒരു 6.5-6.25 ഇഞ്ചോളം ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ 2.25 ഇഞ്ച് വീതിയിൽ നിന്ന് താഴേക്ക് ഞാൻ ബാക്കിലെ കഴുത്ത് 2.5 ഇഞ്ചും ഫ്രണ്ട് കഴുത്ത് 5 ഇഞ്ചും ഞാൻ അടയാളപ്പെടുത്തി കൊടുത്ത് അതിന് ഷേപ്പ് വരച്ച്. ഇനി അതിന് ശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് താഴേക്ക് ഇതേപോലെ ടേപ്പ് വെച്ചതിന് ശേഷം നമുക്ക് കൈക്കുഴി അടയാളപ്പെടുത്തി കൊടുക്കണം. കൈക്കുഴി നമ്മളിവിടെ ഒരു 6.5 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ. 6.5 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നമുക്ക് ഷോൾഡർ ഇവിടെ 6.5 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അത്രയും തന്നെയാണ് നമ്മളുടെ കൈക്കുഴി നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ 6.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് അതിന് ശേഷം ഈ 6.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയതിൻ്റെ ആ ഭാഗത്ത് ടേപ്പ് ഇതേപോലെ സെൻറ്ററിൽ നിന്ന് ഇതേപോലെ ഇങ്ങോട്ടേക്ക് വെച്ചതിന് ശേഷം ചെസ്റ്റ് അളവ് നമുക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 19 ഇഞ്ചാണ് എനിക്ക് ചെസ്റ്റ് അളവ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിടും. അപ്പോൾ നമ്മൾ 20 ഇഞ്ച് തയ്യൽ തുമ്പ് അടക്കം 20 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ അളവ്. ചെസ്റ്റ് ഇടം നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ 20 ഇഞ്ച് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 4ആക്കി മടക്കിയിട്ടത് കൊണ്ട് തന്നെ ഇവിടെ 10 ഇഞ്ച് നമ്മളതിൻ്റെ പകുതി 10 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇവിടെ 10 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്ത് എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു ഷോൾഡറിൽ നിന്ന് ഈ ഒരു ചെസ്റ്റ് അളവ് ചെസ്റ്റിൻ്റെ ഇടം എടുത്തില്ലേ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കൈക്കുഴിയുടെ ഷേപ്പ് ഇതേപോലെ വരച്ച് കൊടുക്കണം. ഇതേപോലെ വരച്ച് കൊടുക്കുക. അപ്പോൾ കൈക്കുഴി നമുക്ക് കിട്ടിക്കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചെസ്റ്റിൻ്റെ ഇടം നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ഈ ഷോൾഡറിൻ്റെ മുകൾ ഭാഗത്ത് നിന്നിട്ട് നമ്മളൊരു 12 ഇഞ്ചോളം താഴേക്ക് ഇതേപോലെ പിടിച്ചിട്ട് 12 അല്ലെങ്കിൽ 13 ഇഞ്ച് പിടിച്ചിട്ട് നമുക്ക് ആ ഒരു ഭാഗത്തൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 13 ഇഞ്ചോളം പിടിക്കുന്നുണ്ട് കേട്ടോ. 13 ഇഞ്ച് നമ്മളിവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ആ 13 ഇഞ്ചിൽ നിന്ന് ഇതേപോലെ സെൻറ്ററിൽ നിന്ന് ടേപ്പ് ഇതേപോലെ ഈ ഭാഗത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വേസ്റ്റ് അളവ് നമ്മളെപ്പോഴും എത്രയാണ് ഈ ഒരു ചെസ്റ്റിൻ്റെ അളവിനേക്കാളും 1 ഇഞ്ച് കുറച്ചിട്ടാണ് വേസ്റ്റ് അളവ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ് വേണ്ടത്? നമുക്ക് ഇവിടെ 10 ഇഞ്ചാണ് നമ്മളിവിടെ തയ്യൽ തുമ്പടക്കം ചെസ്റ്റിൻ്റെ അളവ് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ചെസ്റ്റിൻ്റെ. അപ്പോൾ നമുക്ക് ഇവിടെ 9 ഇഞ്ചാണ് നമ്മൾ അതിനേക്കാളും 1 ഇഞ്ച് കുറച്ചിട്ട് 9 ഇഞ്ചാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തയ്യൽ തുമ്പടക്കമാണ് നമ്മൾ 9 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം അതിൽ നിന്ന് തന്നെ കുറച്ചും കൂടി താഴേക്ക് നമ്മൾ ടേപ്പ് വെച്ചതിന് ശേഷം ഒരു 4 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക. ഈ 13 ഇഞ്ചിൽ നിന്നും ഒരു 4 ഇഞ്ചോളം താഴേക്ക് ടേപ്പ് വെച്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ആ ഭാഗത്ത് തന്നെ ഇതേപോലെ ഹിപ്പിൻ്റെ അളവും കൂടി നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മൾ ഹിപ്പിൻ്റെ അളവ് എടുക്കുന്നതെന്ന് വെച്ചാൽ ചെസ്റ്റ് അളവ് നമുക്ക് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അത് തന്നെയായിരിക്കണം ഹിപ്പിൻ്റെ അടയാളവും നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹിപ്പിൻ്റെ അടയാളം ഇവിടെ 10 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ഈ അളവ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തയ്യൽ തുമ്പ് കൂട്ടിയാണ് ഈ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഷേപ്പിൻ്റെ ഭാഗത്തേക്ക് ഇതേപോലെ വരച്ചതിന് ശേഷം ഹിപ്പിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ വരച്ച് ഷേപ്പാക്കി കൊടുത്ത്. അപ്പോൾ നമുക്ക് 52 ഇഞ്ചാണല്ലോ നമുക്ക് ഇറക്കം വേണ്ടത്. ഈ സ്മോൾ സൈസിലുള്ള ഒരു നൈറ്റിക്ക് തയ്ച്ച് കഴിയുമ്പോൾ 50 ഇഞ്ചാണ് വേണ്ടത്. അതിന് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് നമ്മൾ 52 ഇഞ്ച് ഇറക്കം നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കും. 52 ഇഞ്ച് കേട്ടോ. ഇതേപോലെ ഷോൾഡറിൻ്റെ ഈ അറ്റത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഷോൾഡറിൻ്റെ ഈ അറ്റത്തുനിന്ന് മെറ്റീരിയലിൻ്റെ താഴെ ഭാഗത്തേക്ക് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. താഴെ ഭാഗത്തേക്ക് ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് ഞാനിവിടെ 52 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ കാണുന്നുണ്ട് നിങ്ങൾ 52 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്ത് കേട്ടോ.
ഇതേപോലെ 52 ഇഞ്ച്. നമുക്ക് ഇതിന് ഒരു 56 ഇഞ്ചോളം ഈ മെറ്റീരിയലിന് ലെങ്ത്ത് ഉണ്ടാവും. ഈ 290ൻ്റെ നൈറ്റി മെറ്റീരിയലിന് 56 ഇഞ്ച് ലെങ്ത്ത് ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ 52 ഇഞ്ചാണ് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 52 ഇഞ്ച് വരുന്ന ഭാഗത്ത് ഇതേപോലെ നമ്മൾ ഇതൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് നമ്മളൊരു 1.5 ഇഞ്ച് മുകളിലേക്ക് ടേപ്പ് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് വരക്കുക. ടേപ്പ് ഇതേപോലെ ഈ ഒരു വരയിൽ നിന്ന് മുകളിലേക്ക് ടേപ്പ് വെച്ചിട്ട് 1.5 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ സെൻറ്ററിൽ നിന്ന് ഈ സെൻറ്റർ വരുന്ന ഈ ഒരു ലൈൻ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുത്തിട്ടില്ലേ, 52 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടില്ലേ, അതിൻ്റെ ഈ മധ്യഭാഗത്ത് നിന്ന് ഇതേപോലെ ഒന്നൊരു കർവ് പോലെ ഈ ഒരു 1.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തേക്കണം. ആ ഭാഗത്തേക്ക് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളുടെ നൈറ്റിയുടെ താഴെ ഭാഗമുണ്ട് ഞാനിത്. അപ്പോൾ അത് ആ ഒരു ഇതിലേ നമ്മളിങ്ങനെ ഇതേപോലെ ആയിരിക്കണം കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. എങ്കിലാണ് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ആ ഭാഗം രണ്ടും തൂങ്ങിക്കിടക്കാതിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഹിപ്പിൻ്റെ ഭാഗം വരെയാണല്ലേ നമ്മളിവിടെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് താഴേക്ക് ഇതേപോലെ ഷേപ്പ് ചെയ്ത് നമുക്ക് ഈ ഒരു 52 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് എത്തിക്കണം. ഇതേപോലെ ഷേപ്പ് ചെയ്യുക. ഇതേപോലെ ഷേപ്പ് ചെയ്ത് നമുക്ക് ഈ 52 ഇഞ്ചിൻ്റെ ഈ ഭാഗത്തേക്ക് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. കണ്ട, അപ്പോൾ ഇതേപോലെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തപ്പോൾ ഇത് കണ്ട, ഇതേപോലെ വരച്ച് നമ്മൾ അറ്റം വരെയും വരച്ചു കൊടുത്ത്. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ബോഡി പീസിൻ്റെ ഇതേപോലെ നമ്മൾ വരച്ച് അറ്റം വരെ വരച്ച് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ തേര് വരുന്ന ഭാഗത്തേക്ക് ആ ഷേപ്പിൻ്റെ ഭാഗം നമ്മളവിടെ കൊണ്ടുപോയി മുട്ടിക്കും. അങ്ങനെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കൈയിൻ്റെ ഭാഗം, സ്ലീവിൻ്റെ ഭാഗം നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ സ്ലീവിന് നമുക്ക് ഒരു ഇറക്കം ഒരു 9.5 ഇഞ്ച് ഞാനിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. കൈ അത്യാവശ്യം ഇറക്കം വേണമെന്ന് ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ 9.5 ഇഞ്ചോളം ഞാനിവിടെ എടുക്കുന്നുണ്ട്. ശരിക്കും 8 ഇഞ്ച് 8.5 ഇഞ്ചൊക്കെ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി അതിൽ കുറവാണെങ്കിൽ അതേപോലെ അത് ഓരോരുത്തരുടെ കൈയുടെ നീളം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 9.5 ഇഞ്ചോളം ഇവിടെ കിട്ടുന്നത് അത്രയും തന്നെ എടുക്കണുണ്ട്. ഇനി ഈ ഇത്രയും ഭാഗമാണ് ഈ ഷോൾഡർ കഴിച്ചിട്ട് ഈ ഒരു തേര് വരുന്ന അത്രയും ഭാഗം ഞാൻ കൈയുടെ നീളം എടുക്കുന്നുണ്ട്. ഇതിൻ്റെ മധ്യഭാഗത്ത് വെച്ചിട്ട് ഇപ്പോൾ ഇതൊരു 9.5 ഇഞ്ചോളം ഇതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ 9.5 ഇഞ്ച് എന്ന് പറയണത് ഒരു 4.25 ഇഞ്ചിൻ്റെ ഈ 4.25 ഇഞ്ച് വരുന്ന ഈ ഭാഗത്തൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അവിടെ നിന്ന് നമുക്ക് താഴേക്ക് ഇതേപോലെ ടേപ്പ് വെച്ച് കൊടുത്തിട്ട് 7 ഇഞ്ചാണ് കൈയുടെ വീതി. കൈക്ക് വീതി വരുന്നത് 7 ഇഞ്ചാണ് കേട്ടോ. ആ 7 ഇഞ്ച് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് മനസ്സിലായ ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഈ തേര് വരുന്ന ഭാഗത്ത് അത്രയും ഞാൻ കൈയുടെ നീളം എടുക്കുന്നുണ്ട്. അപ്പോൾ കൈയുടെ നീളം നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ മധ്യഭാഗത്തായിട്ടായിരിക്കണം ഇതേപോലെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് താഴേക്ക് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് നമ്മുടെ കൈയുടെ വീതി, അതേപോലെ അതായത് കൈക്കുഴിയുടെ ഭാഗം വരുന്ന ആ വശുവിന് കൈയുടെ വീതി നമ്മൾ മുകൾ ഭാഗത്ത് കൈയുടെ വീതി താഴെയല്ല, ഈ മുകൾ ഭാഗത്ത് നമ്മുടെ കൈക്കുഴി ചേർത്ത് കൊടുക്കുന്ന ആ ഭാഗത്തുള്ള വീതിയാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. അത് ഞാനിവിടെ 7 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 7.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു താഴെ നമുക്ക് 6.5 ഇഞ്ചാണ് നമ്മൾ കൈയുടെ താഴെ വീതി അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ. അപ്പം കൈയുടെ താഴെ വീതി 6.5 ഇഞ്ചും ഈ മുകൾ ഭാഗത്ത് ഇവിടെ കൈക്കുഴിയുടെ ഭാഗത്ത് വരുന്ന വീതി ഉണ്ടല്ലോ അത് 7.5 ഇഞ്ചുമാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തേക്കുന്നത്. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഷോൾഡറിൻ്റെ ഈ അറ്റത്തുനിന്ന് തന്നെ ഇട്ട് നമുക്ക് ഈ ഒരു ഇവിടെ വീതി വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ഇതേപോലെ നിങ്ങൾ തെളിഞ്ഞ് കാണുന്നുണ്ടോ, വീതി വരച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ഈ കൈയുടെ മുകൾ ഭാഗത്തെ ഷേപ്പ് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇതേപോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് താഴെ വീതിയുടെ ഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ കൈ വരച്ചു കൊടുത്താൽ നമ്മുടെ കൈയുടെ ഷേപ്പ് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ കൈ കിട്ടിക്കഴിഞ്ഞ് ഇനി
ഇവിടെയും എല്ലാം അളവുകളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. നമ്മൾ ഏതാണെന്ന് വെച്ചാൽ എന്താണ് ഡൗട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അത് ഈ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. സ്ലീവിൻ്റെ ഇത്രയും ഇറക്കം എത്രയാണോ നമ്മൾ ഇറക്കം എടുക്കുന്നത്. ഇപ്പോൾ ഹാഫ് സ്ലീവ് ആണെങ്കിലാണ് ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹാഫ് സ്ലീവ് ആണെങ്കിൽ നമ്മളുടെ മുട്ടിൻ്റെ ഭാഗം വരെയാണ് നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ മുട്ടിന് മുകളിലാണ് നമ്മളുടെ കൈയിൻ്റെ സ്ലീവിൻ്റെ ഇറക്കം വരുന്നത് എങ്കിൽ അതിൻ്റെ ആ സ്ലീവിൻ്റെ നീളം എത്രയാണോ അതിൻ്റെ മധ്യത്തിൽ നമ്മൾ ഇതേപോലെ ഒരു പോയിൻ്റ് ഒരു വര വരച്ച് കൊടുക്കുക. ആ വരയിൽ നിന്ന് താഴേക്ക് ടേപ്പ് വെച്ച് നമുക്ക് എത്രയാണോ കൈയുടെ വീതി വേണ്ടത്, സ്ലീവിൻ്റെ ഇടം കൈയുടെ ഇടം എത്രയാണോ വേണ്ടത് അത് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കൈയുടെ താഴത്തെ വീതിയും നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. അതും അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് കൈയുടെ നീളം എവിടെ നിന്നാണ് തുടങ്ങുന്നത് അവിടെ നിന്ന് നമുക്ക് കൈയുടെ മുകൾ ഭാഗത്തെ ഷേപ്പ് വരച്ച് കൊടുക്കണം. ഇതേപോലെ ഷേപ്പ് വരച്ച് നമ്മൾ ഈ കൈയുടെ വീതി ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് താഴെ വീതി എത്രയാണോ അടയാളപ്പെടുത്തിയേക്കണം ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ വീതിയും കഴിഞ്ഞ് കൈയിൻ്റെ അളവും കഴിഞ്ഞ് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിനുള്ളൂ. 52 ഇഞ്ച് ഇറക്കം ആണ് ഈ ഒരു സ്മോൾ സൈസ് നൈറ്റിയുടെ ഇറക്കം കേട്ടോ. അതേപോലെ 38 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ അളവ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു 38 അപ്പോൾ 19 വരും. 38ൻ്റെ പകുതി ആ 19 വരുമ്പോൾ 19ൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് 20. അപ്പോൾ ആ 20ൻ്റെ പകുതിയാണ് എന്നിട്ട് ഇവിടെ അടയാളപ്പെടുത്തുള്ളൂ. 4ൽ ഒരു ഭാഗമാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. നമ്മൾ 4ആക്കി മടക്കിയിട്ടേക്കാണല്ലോ ഈ തുണി. അപ്പോൾ നമുക്ക് എത്രയാണോ ഇവിടെ വരേണ്ടത്, ഇപ്പോൾ 20 ഇഞ്ചാണ് ഒരു ഭാഗം ഇങ്ങനെ അളന്ന് നോക്കുമ്പോൾ നമുക്ക് 20 ഇഞ്ചാണ് വരുന്നതുണ്ടെങ്കിൽ നമ്മൾ 10 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കും. അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ, നമുക്ക് എങ്ങനെയായാലും ക്ലിയർ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ലേ ഇനി എന്താണ് മനസ്സിലാകാത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ, ഞാൻ അതനുസരിച്ച് റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബാക്കിലെ കഴുത്താണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് ഒന്ന് തിരിച്ച് ഇതേപോലെ നമ്മുടെ ഈ ഒരു കട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് തിരിച്ച് വെക്കുക. എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തുനിന്ന് കൈക്കുഴി വരച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് കൂടി നമുക്ക് ചെസ്റ്റിൻ്റെ ഇടം എവിടെയാണ് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ആ ഒരു ഭാഗത്തേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഷേപ്പ് വരച്ച് കൊടുത്തേക്കുന്ന ആ ഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് താഴേക്ക് അതിൻ്റെ 52 ഇഞ്ച് ഇറക്കം നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഭാഗം വരെ നമ്മളിത് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്ത് കൊണ്ടേ നിർത്തണം. 52 ഇഞ്ച് ഇറക്കം എവിടെയാണോ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് അവിടെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തുക. അപ്പോൾ ഈ കട്ട് ചെയ്ത് വരുമ്പോൾ ഈ തേരിൻ്റെ ഈ അറ്റ ഭാഗത്തേക്കായിരിക്കണം കേട്ടോ നമ്മൾ ഈ ഷേപ്പ് കൊണ്ടുവന്ന് നിർത്തേണ്ടത്. അപ്പോൾ ആ ഒരു സൈഡ് കഴിഞ്ഞ് ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഈ 52 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടില്ല, അത് കട്ട് ചെയ്തെടുക്കണമല്ലോ. നമുക്ക് ഇത്രയും ലെങ്ത്ത് ഇവിടെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കർവ് പോലെ നമ്മളൊന്ന് വരച്ചതുപോലെ തന്നെ അതേപോലെ കർവായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബോഡി പോർഷൻ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് കഴുത്ത് വെട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഇതൊന്ന് സെപ്പറേറ്റ് ആക്കണം. ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം. ഇതേപോലെ സെപ്പറേറ്റ് ആക്കി കൊടുത്തതിന് ശേഷം ഈ നമുക്ക് ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് നമുക്കൊരു 4 ഇഞ്ച് ചെരിച്ചൊന്ന് വെട്ടിക്കൊടുക്കണം കേട്ടോ. 4 ഇഞ്ച് ചെരിച്ച് വെട്ടിക്കൊടുത്താൽ മതി. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒന്ന് 4 ഇഞ്ച് നമുക്ക് ചെരിച്ച് വെട്ടിക്കൊടുക്കാം കേട്ടോ.
അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഈ 2 പീസും കൂടി ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുത്തതിന് ശേഷം ഈ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഫ്രണ്ടിലെ കഴുത്ത് വെട്ടണമല്ലോ. അപ്പോൾ ഫ്രണ്ട് കഴുത്ത് വെട്ടുമ്പോൾ നമ്മൾ ഫ്രണ്ടിലെ കൈക്കുഴിയും കൂടി കുറച്ച് കുഴിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കൊന്നത് കറക്റ്റായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഈ ഫ്രണ്ട് കഴുത്ത് ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പാണ് നമ്മൾ വരച്ചു കൊടുത്തേക്കണം. ആ സ്ക്വയറിൽ കൂടി തന്നെ നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു കൈക്കുഴി, ഫ്രണ്ടിലെ കൈക്കുഴി മാത്രം കേട്ടോ, കൈക്കുഴിയുടെ ഒരു മധ്യഭാഗം കണ്ട് നമുക്കൊന്ന് 1/2 ഇഞ്ച് കയറ്റി ഇതേപോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കുക, അടയാളപ്പെടുത്തി കൊടുക്കുക. കൈക്കുഴിയുടെ മധ്യഭാഗത്തു നിന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഇതേപോലെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതും ഒന്ന് കൈക്കുഴി നമുക്ക് 1/2 ഇഞ്ച് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുക. വെച്ചാൽ ബാക്കിൽ അത്രയും വിരിവ് ഫ്രണ്ടിലുണ്ടാവില്ല, കൈയുടെ ഭാഗത്ത്, കൈക്കുഴിയുടെ ഭാഗത്ത്. അപ്പോൾ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് വെട്ടിക്കൊടുത്താലാണ് അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ഇതും കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമുക്കിനി സ്ലീവിൻ്റെ ഭാഗമാണ് ഇനി കട്ട് ചെയ്തെടുക്കാനുള്ളത്. സ്ലീവിൻ്റെ ഭാഗം നമുക്ക് ഈ ഷോൾഡർ കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തു നിന്നാണല്ലോ കിട്ടണത്, കണ്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗവും കൂടി കട്ട് ചെയ്തെടുക്കുക. നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് തന്നെ ആ ഭാഗത്ത് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നൈറ്റിക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് സ്ലീവ് എടുക്കാൻ പറ്റുള്ളൂ, വേറെ കിട്ടൂല. ഇത് കറക്റ്റ് തുണി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതനുസരിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ഒരു സ്ലീവിൻ്റെ രണ്ട് സ്ലീവും കിട്ടി നമുക്ക്. സ്ലീവിൻ്റെ ഭാഗവും കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ സെൻറ്റർ പീസിലൊരു നോച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അതൊക്കെ നല്ല എളുപ്പമായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സ്മോൾ സൈസ് നൈറ്റി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്ത് എടുക്കണമെന്നുള്ളത് നിങ്ങളൊന്ന് നന്നായിട്ട് വീഡിയോ നന്നായിട്ട് കാണുക കേട്ടോ. ശരിക്കും ശ്രദ്ധിച്ച് തന്നെ ഇരുന്ന് കാണുക. ഇനി ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തു, അതിനനുസരിച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്, എന്താണ് മനസ്സിലാവാത്തത് നിങ്ങൾ കമൻറ്റ് ചെയ്തു, ഞാൻ റിപ്ലൈ തരും, അത് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരും കേട്ടോ. അപ്പം നിങ്ങൾ ഇഷ്ടമായാലും എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നും അതല്ല മനസ്സിലായിട്ടില്ല എന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം കേട്ടോ. മാക്സിമം നിങ്ങളെല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ഷെയർ ചെയ്യാൻ ആരും മറന്നു പോകരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും വീഡിയോ കാണരുത്. അപ്പോൾ എല്ലാവരും ഇനിയും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത്രയും നേരം വീഡിയോ ഉണ്ട് എല്ലാവർക്കും താങ്ക് യു.